പശു എന്തു വെൽക്കം ബാക്ക് ടു പോക്കറ്റ്സ് ഓഫ് മൈ ലൈഫ്. വീക്കെൻഡ് പൊതുവേ ഞങ്ങൾ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോകും. അപ്പോൾ ഇന്ന് ഡിസൈഡ് ചെയ്ത സ്ഥലമായിരുന്നു ബിഗ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. തണുപ്പാണെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. പിള്ളേർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ എക്സ്പീരിയൻസസ് ഒന്നും കിട്ടത്തില്ല. ഇന്ന് ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചത്. പക്ഷേ ഇവിടെ ആക്ച്വലി സമ്മറിൽ ഇവിടെ നല്ല ഇവൻറ്റ്ഫുൾ സ്ഥലമാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങാറായി. ആൻഡ് സ്റ്റിൽ കുറച്ച് കോൾഡ് ടെമ്പറേച്ചേഴ്സ് ആയതുകൊണ്ട് അധികം ആക്ടിവിറ്റി ഒന്നുമില്ല. തണുപ്പത്തെ അനിമൽസിനൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് മാർക്കറ്റ് സൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഇത് പണ്ട് കാലത്ത് തൊട്ടേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ആപ്പിൾ പൈന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഇതുപോലത്തെ മാർക്കറ്റിൽ വന്നാലുണ്ടല്ലോ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് സോ മെനി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹണി, ഹോം മെയ്ഡ് ജാംസ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള സാധനം കാനഡയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് മേപ്പിൾ സിറപ്പ്. ആൻഡ് ഇങ്ങനത്തെ ലൊക്കേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് 100% പ്യുവർ മേപ്പിൾ സിറപ്പ് കിട്ടുന്നത്. ആൻഡ് മേപ്പിൾ സിറപ്പ് ഒരു വെറൈറ്റി അല്ല, ഇവിടെ ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഓരോരോ ഏതൊക്കെ ടൈപ്പ് ഓഫ് വുഡിൽ ബേൺ ചെയ്തിട്ടാണ് ആ മേപ്പിൾ സിറപ്പിന് ഒരുക്കിയെടുക്കുന്നത്, അതിൻ്റെ ഫ്ലേവർ അതിനനുസരിച്ച് ഡിഫർ ആവും. സോ ഈ സെക്ഷനിൽ വന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോകും, അത്രയധികം വെറൈറ്റി അവിടെ ഉള്ളത്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് ഷുഗർ ഫ്രീ ക്യാൻഡീസ് ബേബീനും ഞങ്ങൾക്ക് കുറച്ച് റെഗുലർ ക്യാൻഡീസും വാങ്ങി. കടയിൽ സാധാരണ കിട്ടുന്ന ചോക്ലേറ്റ്സിനൊക്കെ ഷുഗർ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. ഇത് മൈൽഡർ ഷുഗർ ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ വളരെ നല്ല റിച്ച്നെസ് ഉണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. ഞങ്ങൾ ടയർഡാണെങ്കിലും ഞങ്ങളെ കുഞ്ഞ് തീരെ ടയർഡാവില്ല. അവൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കണം. ടോഡ്ലർ സ്റ്റേജ് പിന്നെ പറയണ്ടല്ലോ, വീട്ടിലിരിക്കുന്നതിനേക്കാളും അവർക്ക് പുറത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ടോയ്സ് വാങ്ങി വീട്ടിലിരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസസ് കൊടുക്കാനാണ് ഇഷ്ടം ഞങ്ങളെ മോക്ക്. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ലൊക്കേഷനാണ്, ഒരു ഓപ്പൺ സ്പേസ്. ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. അപ്പുറത്താരോ ഫിഷിംഗ് ചെയ്യുന്നുണ്ടാക്കി. ഒരു പേരിന് സ്പ്രിങ് തുടങ്ങിയെന്ന് പറയാനേ ഉള്ളൂ, പക്ഷേ ഇവിടുത്തെ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഇന്ന് ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും, നാളെ മഴയും കാറ്റും വെളിച്ചമൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിച്ച് അങ്ങനെ ഡേ വൈൻഡപ്പ് ചെയ്തു. ഇന്നൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് we decided to go to a farmer's market and will be അടുത്ത് തന്നെയാണ് സംഭവം. വിൻ്റർ ആയതുകൊണ്ട് എല്ലാ സ്ഥലവും ഓപ്പൺ അല്ല. ബട്ട് ലെറ്റ്സ് സീ. చాలా పసి ఉంది. എന്റേത് മലയാളം ചാനലാണ്. എനിക്ക് 4-5 ലാംഗ്വേജസ് അറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. യെസ് ബേബി. Okay, want to talk to me something? Hi Pikachu. We'll go further down. നീ ഉള്ളിൽ പോയാലേ അറിയാവുള്ളൂ. ഐ തിങ്ക് അങ്ങോട്ട് ഞാനൊരു സാധനം കാണുന്നുണ്ട്. I need a lipstick. ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മത്സരപ്പെട്ടെ, പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിട്ടോ. Work? Yeah. Taking right over there. Yeah. ഇത് തള്ളുന്നില്ലാന്ന് തോന്നുന്നു കേട്ടോ, ഉന്തുന്നില്ല. അമ്മ ഇവിടുന്ന് നോക്കിക്കോ. സ്മൈലി. മക്കേ എന്നാ വാങ്ങിക്കാനുള്ളത്? ബ്രോക്കലി. നമ്മള് അത് കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റില്ല ബേബി, ബ്രോക്കലി. ഓറഞ്ച് കളർ ബീട്രൂട്ട് നോക്കിക്കേ. ബിരിയാണി സ്റ്റൈലിന് എഴുതിയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കാൻ പോയേനെ. ഏത് ലോകത്തെ ബിരിയാണിയാണോ ഇത്?
ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന ആൾക്കാരല്ല. ഇന്ത്യൻ മസാലാസ്, ഇന്ത്യൻ ഗ്രോസറീസ് വേണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. ഒക്കെ എല്ലാ സ്റ്റോറിലും കിട്ടും. പക്ഷേ ഈ സ്പെഷ്യൽ ഐറ്റംസ്, ഈ നമ്മളെ നാട്ടിലെ മസാലാസ്, പിന്നെ പുട്ടുപൊടി, അരിപ്പൊടി ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. ഇത് കുറച്ചുകൂടെ ഹൈ ആൻഡ് ഗ്രോസറി സ്റ്റോറാണ്. ഇവിടെ സ്പെസിഫിക്കലി പ്രൊഡ്യൂസൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. സോ അത് മേടിക്കാൻ മാത്രമാണ് ഞങ്ങൾ മെയിൻലി ഇങ്ങോട്ട് വരാറ്. ആൻഡ് ഓൾസോ ഇവിടെ തന്നെ ബേക്ക് ചെയ്തവരെ ബ്രെഡ്സൊക്കെ വളരെ അധികം ടേസ്റ്റിയാണ്. പ്ലസ് മിനിമൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തതാണ്. സോ അതും ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. ഞാൻ എൻ്റെ മോൾക്ക് ഷുഗർ കണ്ടൻറ്റുള്ള ഒന്നും കൊടുക്കാറില്ല. സോ അവൾക്ക് പ്രത്യേകിച്ച് ഞാൻ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇവിടെ വന്നാണ് ഞാൻ അധികം സെലക്ഷൻസും എനിക്ക് കിട്ടാറുള്ളത്. സ്നാക്സ് ആവട്ടെ, ബ്രെഡ്സ് ആവട്ടെ, ചിപ്സ് ആവട്ടെ. സോ ഷുഗർ കണ്ടൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ആഡഡ് ഷുഗേഴ്സും ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് ഞാൻ നോക്കുന്നത്. ആഡഡ് ഷുഗർ എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടും കേട്ടോ. ജാഗരി, ഹണി ആൻഡ് റെഗുലർ ഷുഗർ ഇല്ലാത്ത പ്രോഡക്ട്സ് ഇവിടെ കിട്ടും. ഇവിടെ കോഴി കിട്ടും, പോത്ത് കിട്ടും, ബീഫ് കിട്ടും, ആട് കിട്ടും. എനിക്കറിയാവുന്ന മിക്ക യങ് മമ്മീസ് ആവട്ടെ എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ക്ലീനർ പ്രോഡക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്. എൻ്റേതായ ചില പല റിസർച്ചുകളിൽ ഞാൻ അറിഞ്ഞതാണ് എത്രത്തോളം നമ്മൾ ക്ലീൻ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നു അത്രത്തോളം അവരെ ഡെവലപ്മെൻറ്റിനെ അത് സഹായിക്കും. ഞങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും അവൾക്കെങ്കിലും അവൾ കഴിക്കുന്ന ഫുഡെങ്കിലും മാക്സിമം മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് സ്പെസിഫിക്കലി. ഷോപ്പിംഗ് പോകുമ്പോൾ സ്നാക്കിംഗ് മസ്റ്റാണ്. അപ്പോൾ വിശന്നിട്ട് ഒരു മഫിൻ വാങ്ങി കഴിച്ചു. വീട്ടിൽ കഴിക്കുന്നു, പുറത്ത് പോയി കഴിക്കുന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉണ്ടാക്കണം അല്ലേ? ആഹാ, ഇത് ഏത് ലാംഗ്വേജ് പാട്ടത്? താങ്ക് യു. വീട്ടിലെത്തി കുക്ക് ചെയ്യാൻ മൂടില്ലാത്തതുകൊണ്ട് അവൾക്കൊരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചോറ് തിന്നാൻ മൂടില്ലാത്തതുകൊണ്ട് ഷവർമയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നാട്ടിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുറച്ച് ഗാർലിക് സോസ് ഒക്കെ ഇട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. കഴിച്ചു നോക്കി, സ്പൈസി ലെവലെല്ലാം ഉണ്ട്, കുറച്ച് കുഴപ്പമില്ല. ലെറ്റ്യൂസ് അധികമായിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് എക്സ്ട്രാ ഗാർലിക് സോസ് വാങ്ങി ട്രൈ ചെയ്യാം. അത് നമ്മളടുത്ത് ടേസ്റ്റില്ല, പക്ഷെ still not bad. I'm going to try this now. Creamy ആയിട്ടുണ്ട് because it's creamy. ഇതിൽ വന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് സോസ് ഒഴിച്ച് തരുന്നതാണ്. അങ്ങനെ മെല്ലെ ഞങ്ങൾ കുഞ്ഞിനെ അവിടെ ലിവിങ് റൂമിൽ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ ഇരുട്ടത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ സൺഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റ ബൈ.